ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും PSC കുറ്റി ഗാർഡൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഭരണഘടന, മനുഷ്യാവകാശ കമ്മീഷൻ ആൻഡ് വിവരാവകാശ കമ്മീഷൻ എന്നീ 3 ടോപ്പിക്കെ കുറിച്ച് PSCക്ക് വരാൻ സാധ്യതയുള്ള ഒരു 100 ചോദ്യങ്ങളാണ്. ഈ 100 ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും 3-4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഈ 3 ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ആൻഡ് ഭരണഘടന, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പം ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഉടലെടുത്തത്? ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടത്? അത് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഉടലെടുത്തത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ആരാണ്? MN റോയി ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആശയം മുന്നോട്ട് വെച്ചത്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ ഭരണഘടന ഭേദഗതി എന്ന ആശയം കടം കൊണ്ടത്? ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ ഭരണഘടന ഭേദഗതി എന്ന ആശയം കടം കൊണ്ടത്. ദക്ഷിണാഫ്രിക്ക. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 26 ആണ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് സാമൂഹ്യനീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സാമൂഹ്യനീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 15 ആണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 15. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? 17 മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 44 ആണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയപ്പോൾ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയപ്പോൾ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? 21. അനുച്ഛേദം 21A ആണ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഭാഷ ഏതൊക്കെ ഭാഷയിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഏതൊക്കെ ഭാഷയിലാണ്? ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ എല്ലാം ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൺകറൻറ്റ് ലിസ്റ്റ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. അതുപോലെ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട രാജ്യം? USA നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന ഏതാണ്? രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയുടെ മറ്റൊരു പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് രാജ്യസഭയുടെ മറ്റൊരു പേര്. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് കൗൺസിൽസ് ഓഫ് സ്റ്റേറ്റ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് മണ്ടാമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മണ്ടാമസ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 23 അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 23. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭരണഘടനാ ഭേദഗതി 86 പ്രാഥമിക വിദ്യാഭ്യാസം മൗലികമാക്കിയത്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭരണഘടനാ ഭേദഗതി 86 പ്രാഥമിക വിദ്യാഭ്യാസം മൗലികമാക്കിയത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഏതിൻ്റെ സവിശേഷതയാണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഏതിൻ്റെ സവിശേഷതയാണ്? ഫെഡറൽ സംവിധാനത്തിൻ്റെ സവിശേഷതയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. വോട്ടർമാരുടെ പേര് ചേർക്കൽ ആരുടെ ഉത്തരവാദിത്തമാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് വോട്ടർമാരുടെ പേര് ചേർക്കുക എന്നുള്ളത്. ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നിയമസഭയാണ്. ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിയമസഭയാണ്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ലോകസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ലോകസഭയിലെ പരവതാനിയുടെ നിറം പച്ച. രാഷ്ട്രപതി 3ാമത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കാരണം ആഭ്യന്തര പ്രശ്നങ്ങൾ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണ്. അപ്പോൾ രാഷ്ട്രപതി 3ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണ് രാഷ്ട്രപതി 3ാമത് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്. ഒരു വർഷത്തിൽ ലോകസഭയ്ക്ക് എത്ര സെഷനുകളുണ്ട്? 3 സെഷനുകളാണ് ഒരു വർഷത്തിൽ ലോകസഭയ്ക്കുള്ളത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണുള്ളത്. ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. 5 റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32. 5 റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അവകാശമാണ് സ്വത്തവകാശം. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. നിലവിൽ സ്വത്തവകാശം എന്ത് അവകാശമാണ്? സ്വത്തവകാശം മൗലികാവകാശം അല്ല, നിയമാവകാശമാണ്. മൗലികാവകാശത്തിൽ നിന്നും സ്വത്തവകാശം റിമൂവ് ചെയ്തിരുന്നു. നിലവിൽ സ്വത്തവകാശം നിയമ അവകാശമാണ്. സ്വത്തവകാശം നിലവിൽ എന്ത് അവകാശമാണെന്ന് ചോദിച്ചാൽ നിയമ അവകാശമാണ് സ്വത്തവകാശം. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 12. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 12. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 12. അതുപോലെ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 300A. ഭരണഘടനയുടെ ഭാഗം 12. നിയമസഭയിൽ എല്ലാവരും സമന്മാർ എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14 നിയമസഭയിൽ എല്ലാവരും സമന്മാർ എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14. നിയമസഭയിൽ എല്ലാവരും സമന്മാർ എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 14. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 15. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15 ആ ഭരണഘടനാ വകുപ്പ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 15. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന വകുപ്പ് കൂടിയാണ് ആർട്ടിക്കിൾ 15. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രമാധ്യമങ്ങൾക്കാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രമാധ്യമങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്,
ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ച ആരാണ്? ആദ്യമായി ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ച ആരാണ്? LM സിഗ്വിയാണ് ലോക്പാൽ എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത്. LM സിഗ്വിയാണ് ലോക്പാൽ എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നതിന് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ് പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത്. ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ. അതുപോലെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ഏത് വകുപ്പ് പ്രകാരമാണ്? അതും ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനയുടെ ഹൃദയം അല്ലെങ്കിൽ ആത്മാവ് എന്ന അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? അതും ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം അല്ലെങ്കിൽ ആത്മാവ് എന്ന അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അവകാശം ആർക്കാണുള്ളത്? പാർലമെന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്ന് 2010 ഏപ്രിൽ 1-ാം തീയതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ്? 2009 ഓഗസ്റ്റ് 26-ാം തീയതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. 2009 ഓഗസ്റ്റ് 26-ന് പാർലമെന്റ് പാസ്സാക്കി നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. കരുതൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ആരാണ്? കരുതൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ആരാണ്? AK ഗോപാലനാണ് കരുതൽ നിയമപ്രകാരം ആദ്യമായി അറസ്റ്റിലായ വ്യക്തി. ബാലവേല നിരോധനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാസ് സത്യാർത്ഥിയുടെ സംഘടനയുടെ പേരെന്ത്? കൈലാസ് സത്യാർത്ഥിയുടെ സംഘടനയുടെ പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളനാണ് കൈലാസ് സത്യാർത്ഥിയുടെ സംഘടന. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12-ാം തീയതിയാണ് ലോക ബാലവേല വിരുദ്ധ ദിനം. റിട്ടുകൾ എത്ര എണ്ണമാണുള്ളത്? റിട്ടുകൾ 5 റിട്ടുകളാണ് ഉള്ളത്. റിട്ടുകൾ എത്ര എണ്ണം ചോദിച്ചാൽ 5 റിട്ടുകളാണ് ഉള്ളത്. റിട്ടുകളെ കുറിക്കുന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? റിട്ടുകളെ കുറിക്കുന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ടുകളെ കുറിക്കുന്ന പദം എടുത്തത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന എന്ത്? ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഹേബിയസ് കോർപ്പസ് ആണ്. റിട്ട് എന്ന പദം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തിൽ നിന്നാണ്? റിട്ട് എന്ന പദം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന പദം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോ വാറന്റുമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച റിട്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 14. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 40. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഭാഗം 4A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 51A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനകളിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളുണ്ട്? 11. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അവകാശമുള്ള ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948 ഡിസംബർ 10. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനെന്ന് അറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? 1993 സെപ്റ്റംബർ 28-ാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് 1993 ഒക്ടോബർ 12. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആർക്കാണ് അധികാരം? രാഷ്ട്രപതിക്കാണ് അധികാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? HL ദത്തുവാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ഏക മലയാളി ആരായിരുന്നു? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനായ ഏക മലയാളി. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയും KG ബാലകൃഷ്ണൻ തന്നെയാണ്. അപ്പം ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചത്. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് എന്ന്? 2019 ജൂലൈ 19 ഓർത്തിരിക്കാൻ ഇപ്പോൾ 2019 ജൂലൈ 19. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27 അതും 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ യോഗ്യത. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? പട്ടം, തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. പട്ടം, തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. MM പരീത് പിള്ള. നിലവിലുള്ള കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? നിലവിൽ ആൻ്റണി ഡൊമിനിക്കാണ് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ആൻ്റണി ഡൊമിനിക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാൻ അധികാരം. നിയമിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്കാണ് അധികാരം. അടുത്ത വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. വിവരാവകാശ നിയമത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പം വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയെന്നാണ് 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യൻ നിലവിൽ വന്നതെന്നാണ് 2005 ഒക്ടോബർ 12. അപ്പം വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് 2005 ഒക്ടോബർ 12. പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി CIC ഭവനാണ്. ന്യൂഡൽഹി CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ. യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് നിലവിലെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. വിവരാവകാശ കമ്മീഷണറാണ് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് നിലവിലെ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നവരാണ് രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണുള്ളത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ് 2005 ഡിസംബർ 19. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ് 2005 ഡിസംബർ 19.
കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, കേരളത്തിലെ പ്രഥമ വിവരാവകാശ കമ്മീഷണറായിരുന്നു പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. അങ്ങനെ ഈ 3 ടോപ്പിക്കിൽ നിന്നും മുഖ്യ വിവരാവകാശം, മനുഷ്യാവകാശം ആൻഡ് ഭരണഘടന എന്നീ 3 വകുപ്പുകളിൽ നിന്നും ചോദിക്കാവുന്ന ഒരു 100 ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ എല്ലാ PSC പരീക്ഷയ്ക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം PSC ക്വിറ്റി ഗൈഡൻസിൽ വീണ്ടും കാണാം.